ഹായ്. ഹായ് ഹായ്. ഹായ്. ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ? ഓക്കെ. എന്റെ പേര് ദിലീപ് എന്നാണ്. ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. എനിക്കൊരു ബിസിനസ്സാണ്. കഴിഞ്ഞ 6 വർഷമായിട്ടൊരു ട്രെയിനിങ് കമ്പനി നടത്തുന്നത് എറണാകുളത്ത് തന്നെ. ട്രിവാൻഡ്രത്തും കാലിക്കറ്റ് ഓഫീസ് ഉണ്ട്. ഓക്കെ. ഫാമിലി, വൈഫ്, കുട്ടി, ഞങ്ങളിവിടെ 3 പേരുമായിട്ട് ഇങ്ങനെ ഇവിടെ സെറ്റിൽ ആയിട്ടുണ്ട്. ഇപ്പോ ദിലീപ് ഒരു ബിസിനസ് ഓണർ ആണെന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഒരു പേഴ്സണൽ ഫൈനാൻസ് കോഴ്സ് എടുക്കണം, അല്ലെങ്കിൽ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് പഠിക്കണം, ഇൻകം മാനേജ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവില് എന്തുകൊണ്ട് പഠിക്കണം എന്നുള്ള ഒരു തോട്ടിലേക്ക് വന്നു? ഇതിലേക്ക് വരാൻ കാരണം, ഒന്ന്, ഞാൻ ഈ ട്രേഡിങ്ങിനെ പറ്റി ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഓക്കെ. ഇൻട്രാഡേ എന്നൊക്കെ ഒരുപാട് കണ്ടാണ്, ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് റിസ്ക് ഉണ്ട്. അപ്പോ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 50-50 ചാൻസ് ആണ്, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ പോകും. അപ്പൊ അങ്ങനെ ഒരു റിസ്ക് ഉള്ളതുകൊണ്ട് അപ്പോ അതിനകത്ത് ചെയ്യണോ വേണ്ടെന്ന് കുറെ കാലം കുറെ വീഡിയോസ് കണ്ടു. പക്ഷെ എന്നിട്ട് ഇവിടെ എനിക്കൊരു കോൺഫിഡൻസ് തന്നില്ല. കാരണം ഇത്ര പൈസ ഇട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇൻ കേസ് അത് മുഴുവൻ പോയി കഴിഞ്ഞാല് പിന്നെ അത് നമുക്ക് അതിന്റെ ഒരു അത്രയൊരു ഡേഞ്ചർ സൈഡ് ഉള്ളത് കൊണ്ട് വേണ്ടാന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ അങ്ങനെ തന്നെ നമുക്ക് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നു, അത് അങ്ങനെ ഉം, തന്നെ സ്പെൻഡ് ചെയ്ത് പോകുന്നു. ബാങ്ക് ബാലൻസ് എവിടെയാണോ നിൽക്കുന്നത് അവിടെ തന്നെ നിൽക്കുന്ന അല്ലാതെ ഇത് ഉം. മുകളിലേക്ക് വരാത്തൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ ഇത് മൾട്ടിപ്പിൾ ചെയ്ത് വരാത്ത സിറ്റുവേഷൻ വന്നപ്പോഴാണ് അതൊരു പ്രോപ്പർ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഹൈ റിട്ടേൺസ് കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ട്. ഇപ്പോൾ എഫ് ഇട്ട് കഴിഞ്ഞാലും ഒക്കെ നമുക്ക് അതിന് കിട്ടുന്ന റിട്ടേൺസ് വളരെ കുറവാണ്. അതെ, സേഫ് ആണ്, പക്ഷെ അതിനകത്ത് നമുക്കൊരു ഇയർലി നോക്കി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടുന്നില്ല. ഒരു 10 വർഷം കഴിഞ്ഞാൽ പോലും ആ അതെ, കിട്ടുന്ന എമൗണ്ട് ഓൾമോസ്റ്റ് സെയിം, നമുക്ക് ചെലവ് വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള എമൗണ്ട് ആണ് കയ്യിൽ വരുന്നത്. അതെ, അതെ. അപ്പോ അതല്ലാതെ എങ്ങനെ നമുക്ക് സേഫ് ആയിട്ട് ഇത് എങ്ങനെ പൈസ മൾട്ടിപ്പിൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു, ഞാൻ കുറെ ആയിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കായിരുന്നു. അപ്പൊ എന്നെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഓക്കെ. പ്രഖ്യാപിക്കാൻ ചെയ്ത് നോക്ക്. അങ്ങനെയാണ് ഞാൻ ഒരു അതിനകത്തേക്ക് പോലും ഇറങ്ങാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ്. ശരി. ഞാൻ ഒരു കാര്യം ചോദിച്ചപ്പോ ട്രേഡിങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഏഹ്, ഒരു ബിസിനസ് ഓണർ അല്ലെങ്കിൽ ഒരു വർക്കിംഗ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒരു ഡേ നമുക്ക് ഉണ്ടാകും. അപ്പൊ അതില് കംപ്ലീറ്റ്ലി ട്രേഡിങ്ങിനെന്നും പറഞ്ഞിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ സമയം കിട്ടിയില്ല എന്നൊക്കെ വരും. അപ്പൊ അങ്ങനെ ഒരു വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരാളോ അല്ലെങ്കിൽ ഒരു ചെറിയ ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു വലിയൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ ദിലീപിന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് ഏത് സെഗ്മെന്റ് ആയിരിക്കും അയാൾക്ക് നന്നായിട്ട് ചേരുന്നത്? അതായത് ആക്റ്റീവ് സെഗ്മെന്റ്സ് ഉണ്ട്, പാസീവ് സെഗ്മെന്റ്സ് ഉണ്ട്, നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പൊ ഓപ്ഷൻസ് ഒക്കെ പോലെ ആക്റ്റീവായിട്ട് സെഗ്മെന്റ്സ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് നമ്മൾ അതിൽ തന്നെ ഇരിക്കണം. പക്ഷെ കമ്പാരിറ്റീവ്ലി ഹൈ റിട്ടേൺസ് കിട്ടുന്നത് അവിടെ തന്നെയാണ്. പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ കാര്യങ്ങളിൽ, നമ്മുടെ ജോലിയിലോ നമ്മുടെ നമ്മുടെ ആ റെസ്പോൺസിബിലിറ്റീസ് നമുക്ക് കംപ്ലീറ്റ്ലി ഫോക്കസ് ചെയ്ത് പോസിബിൾ അല്ല. അത് ഇറ്റ്സ് എ ഫാക്ട്. അപ്പൊ ദിലീപിന്റെ ഒരു അഭിപ്രായം അനുസരിച്ച് എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് മനസ്സിലായത്? ഒരു വർക്കിംഗ് ക്ലാസ് ആയിട്ടുള്ള ഒരാൾക്ക് ഏത് സെഗ്മെന്റ് ആയിരിക്കും കൂടുതൽ അനുയോജ്യമാകുക? എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ ആണെങ്കിലും പഠിക്കാൻ നോക്കിയപ്പോൾ എനിക്ക് അന്ന് മനസ്സിലായത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഫണ്ടമെന്റൽ അനാലിസിസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയെ പറ്റി പഠിച്ച് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് കണ്ട വീഡിയോസ് എല്ലാം അങ്ങനെയാണ്. കാരണം വീഡിയോസ് ഒക്കെ കണ്ടു തുടങ്ങിയ ഇപ്പോൾ ഒരുപാട് പ്ലേലിസ്റ്റുകളും കാര്യങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. ഒരു 10-20 വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും മനസ്സിലാകാത്ത സിറ്റുവേഷനിലേക്ക് പോകും. അപ്പോ പക്ഷെ അതിരുന്ന് പഠിച്ചാൽ പറ്റും. നമ്മൾ അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചെടുത്ത് ഓരോ ക്യാൻഡിൽസ് എങ്ങോട്ടാ പോകുന്നതൊക്കെ മനസ്സിലാക്കി അതിന്റെ പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് പറഞ്ഞ പോലെ നല്ല റിട്ടേൺ കിട്ടും, നന്നായിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് ഉം. ഫുൾ ടൈം വർക്ക് ആണെങ്കിലും പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ബിസിനസ്സിലൊക്കെ നിൽക്കുന്ന ഒരാൾക്ക് ഒരു 9 to 5 വർക്ക് ആയിരിക്കത്തില്ല. ഈ ലേറ്റ് ടൈമിംഗ്, ലേറ്റ് ഈവനിംഗ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് പഠിക്കാനോ അല്ലെങ്കിൽ പഠിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാനോ സമയം കിട്ടത്തില്ല. അത് നോക്കി ഇരുന്നിട്ട് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഷെയർ വാങ്ങിക്കാനോ വിൽക്കാനോ എന്നുള്ളത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. എനിക്ക് ഒരു സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പാസീവ് ട്രേഡിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് പോലും അറിയാൻ വയ്യായിരുന്നു. അതായത് നമ്മൾ അതിനകത്ത് സമയം സ്പെൻഡ് ചെയ്യാതെ ഒരു കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നമ്മളൊരു ഫണ്ട് ഒരു സ്റ്റോക്ക് കണ്ടുപിടിച്ച് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിൽ തന്നെ ഞാനാണെങ്കിലും അതിനകത്ത് ഒട്ടും സമയം കളയുന്നില്ല. ഞാൻ ഈ പറഞ്ഞ എല്ലാം ഓരോ ഏതെങ്കിലും ചാർട്ട് നോക്കിയിട്ട് ഒരു സ്റ്റോക്ക് കണ്ടുപിടിക്കും. അതിനകത്ത് പറ്റുന്ന എല്ലാ കണ്ടീഷൻസും മാച്ച് ചെയ്യുന്നതാണെങ്കിൽ ഞാൻ അവിടെ ഒരു ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പിന്നെ അത് ഇപ്പോ ഞാൻ റോദില ചെയ്യുന്നത്. അപ്പൊ ഞാൻ GTP സെറ്റ് വെക്കും. ഞാൻ പിന്നെ അതിനകത്ത് നോക്കുന്നേ ഇല്ല. ഈ പറഞ്ഞ പോലെ ഒരു 3-5% അല്ലെങ്കിൽ ഒരു 3% ലോസ് വരുന്ന പോലെ ചെയ്തിട്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കുന്നേ ഇല്ല. അപ്പം വർക്ക് ചെയ്യുന്ന എനിക്ക് എന്റെ വർക്കിനെ ഒട്ടും അഫക്ട് ചെയ്യാതെ
എന്നാൽ എനിക്ക് ട്രേഡിങ്ങിനകത്ത് റിസ്ക് എടുക്കാതെ തന്നെ ഒരു മന്ത്ലി ഒരു റിട്ടേൺ കിട്ടുന്ന പോലെ ഈ പാസീവ് ട്രേഡിങ്ങിനകത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് വർക്കിംഗ് ക്ലാസ് ഉള്ളവർക്ക് ഇതേ പോസിബിൾ ആയിട്ടുള്ളൂ. കാരണം മറ്റത് ഹൈ റിട്ടേൺ ആണെങ്കിൽ പോലും റിസ്ക് വെച്ച് നോക്കുമ്പോൾ, നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈം വെച്ച് നോക്കുമ്പോൾ അത് അത്രയും പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അതെ. പിന്നെ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ദിലീപ് നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഉണ്ടായിരുന്ന മെമ്പറാണ്. ഫസ്റ്റ് ഫെബ്രുവരി ബാച്ചിൽ നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത ഒരാളാണ്. ഇപ്പൊ ഇത്രയും നാള് എനിക്ക് തോന്നുന്നത് ഫെബ്രുവരി കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആയപ്പോഴാണ് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സ്വിംഗ് ആണെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്തെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഇപ്പൊ നിലവില് പ്രോഫിറ്റബിൾ ആണോ? ഞാൻ ഇട്ട ക്യാപിറ്റൽ വെച്ചിട്ട് എനിക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട്. ഒരു 5 to 10% കണ്ടിന്യൂസ് ആയിട്ട്. അതായത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് മന്ത് ഓൺവേർഡ്സ് തന്നെ ഞാൻ ഫസ്റ്റ് ക്യാപിറ്റൽ വളരെ ചെറുതായിരുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് കേൾക്കുന്നത്. വർക്കൗട്ട് ആകുമെന്നോ ഞാൻ ഈ പറയുന്ന പോലെ ഇത്രയും ഈസി മണി ആണെന്നോ, കാരണം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാന്ന് പറയുമ്പോൾ ആർക്കാണ് ഡൗട്ട് വരുള്ളൂ. കാരണം നമ്മൾ ഓരോ പൈസ ഉണ്ടാക്കൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഒരു 100 rupees ആണെങ്കിലും വരുന്നത്. അത്രയും എഫേർട്ട് ഇല്ലാതെ പൈസ വരുമെന്ന് കേൾക്കുമ്പോൾ ഫസ്റ്റ് വരുന്ന ഡൗട്ട് എല്ലാവർക്കും തോന്നുന്നത് എനിക്കും തോന്നിയിരുന്നു. പക്ഷെ അത് വർക്കൗട്ട് ചെയ്ത് വന്നു തുടങ്ങിയപ്പോൾ ഞാൻ ക്യാപിറ്റൽ കൂട്ടി. അപ്പൊ ഇപ്പോഴും ക്യാപിറ്റൽ വലിയ ക്യാപിറ്റൽ ഒന്നും ഇല്ല. എന്നാൽ പോലും ആ ക്യാപിറ്റൽ വെച്ച് നോക്കുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ഒരു ആവറേജ് 5 to 10% റിട്ടേൺ വരുന്നുണ്ട്. ഓക്കെ. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മൾ ട്രേഡ് ചെയ്യുന്ന നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്, നമ്മുടെ സ്വന്തം സ്ട്രാറ്റജി, എക്സ്ക്ലൂസീവ് ഫോർ പെർ ക്യാപ് കമ്മ്യൂണിറ്റി. അത് നമ്മൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു 2 വർഷത്തോളമായിട്ട് അതിന്റെ മുകളിൽ ബാക്ക് ടെസ്റ്റ് ചെയ്ത് അത് വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ എത്തിയപ്പോഴാണ് തീർച്ചയായിട്ടും അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ധൈര്യം ഉള്ളിൽ വന്നത്. അപ്പൊ ഈ ഒരു സ്ട്രാറ്റജി ഒരു വർക്കിംഗ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണർ എന്നുള്ള രീതിയിൽ ഞാൻ ദിലീപിനോട് ചോദിക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവ്ലി ഈസി ആണോ, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ട്രേഡ് ചെയ്യാനും അതിലൂടെ പ്രോഫിറ്റബിൾ ആവാനും പറ്റുന്ന, ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമാണോ? യെസ്. ഇത് കാരണം നമുക്കത് ഇപ്പൊ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ആണെങ്കിലും ആ ഒരു 4 ഇൻഡിക്കേറ്റർ എന്താണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നമുക്കൊരു ഇപ്പോ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം അത് ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുകയില്ല. നമ്മൾ കുറെ ടേംസ് വരുന്നുണ്ട്. ഇപ്പൊ MACD അല്ലെങ്കിൽ വോളിയം നോക്കുന്നുണ്ട്. അപ്പൊ ഇത് ആ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ എവിടെയെങ്കിലും റെഡ് കാണുമ്പോൾ നമുക്ക് ബാക്കി നോക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ക്രോസ് വന്നിരിക്കുന്നത് എവിടെയാണ്, അപ്പോ അല്ലെങ്കിൽ PSIR പറയുന്നുണ്ട് അത് എവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഒരു 5 seconds പോലും എടുക്കുന്നില്ല നമുക്കൊരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല എന്നറിയാണ്ട്. പിന്നെയാണ് നമുക്ക് റെസിസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പൊ നമുക്ക് അത്രയും ടൈം സേവിംഗ് ആണ്. ഞാനിപ്പോ ഈ പറഞ്ഞ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് സ്വിംഗ് ട്രേഡിംഗ് ഞാൻ നോക്കിയായിരുന്നു. അവിടെയൊക്കെ ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് അതിനകത്ത് സ്റ്റോക്ക് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ അത്രയും ഈസി ആയിട്ടുള്ള പ്രോസസ് അല്ല. നമുക്ക് അവര് പറഞ്ഞത് എല്ലാരും ചെയ്യുന്നത് കുറെ, അതായത് കഴിഞ്ഞു പോയ ഒരു ചാർട്ട് എടുത്ത് കാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നു, ഇവിടെ സ്റ്റോക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇത്ര ലാഭം കിട്ടുമെന്ന് പറയും. പോയൊരു സ്റ്റോക്ക് കാണിച്ചിട്ട് പറയാൻ എളുപ്പമാണ്. നടക്കാൻ പോകുന്നത് ഇതിപ്പോ ഇങ്ങനെയാണ് കണ്ടീഷൻ നിൽക്കുന്നത്, ഇവിടെ ഇത് മുകളിലോട്ട് പോകും എന്ന് പറയുന്ന വീഡിയോസ് ഞാൻ തപ്പിയിട്ട് അത് ഞാൻ കണ്ടില്ല. ഇപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞതിനകത്ത് നമുക്കൊരു 90% അങ്ങനെ തന്നെയാണ് പോകുന്നത്. അത് താഴോട്ട് പോയാലും ആ പറയുന്ന ഒരു പോയിന്റിൽ വന്നിട്ട് വീണ്ടും മുകളിലോട്ട് പോകുന്നുണ്ട്. നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കുറച്ച് പേഷ്യന്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുപോലും താഴോട്ട് പോവാതെ അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് അടിക്കാതെ മുകളിലേക്ക് തന്നെ എല്ലാം പോകുന്നത്. അപ്പോ ഒരു 1 word ക്വസ്റ്റ്യൻ, ദിലീപ് നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ ദിലീപിന് കോൺഫിഡൻസ് ഉണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇത്രയാണെങ്കിലും അത് യൂസ് ചെയ്യുന്നതും. അതല്ലെങ്കിൽ ഇപ്പൊ പ്രത്യേകിച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അതിന് റിട്ടേൺ വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് റിസൾട്ട് കിട്ടുന്നതാണ്. നമ്മൾ വേറെ എന്തെങ്കിലും പഠിച്ച് അതിനകത്ത് ഇപ്പൊ ജോബിനൊക്കെ വേണ്ടി സെലക്ട് ചെയ്യുന്ന പോലെയല്ല. നമ്മൾ ഇപ്പൊ പഠിക്കുന്നു, നാളെ പൈസ ഇടുന്നു, അന്ന് തന്നെ പൈസ കിട്ടാൻ കിട്ടുന്നു. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് പരിപാടി നിർത്തും. കാരണം നമ്മുടെ പൈസ അത്രയും പോയി, അത് ഇനി റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞത് ട്രേഡിംഗ് ചെയ്തതിന് നഷ്ടം വരും, ഇത് ഡേഞ്ചർ ആണെന്ന് പറഞ്ഞ് ഞാൻ പോകേണ്ടതാണ്. പക്ഷെ അത് പോകാതെ വീണ്ടും ഇപ്പോ ക്യാപിറ്റൽ കൂട്ടുന്നത് തന്നെ അതിന്റെ ഒരു ഉത്തരമാണ്. കാരണം ക്യാപിറ്റൽ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഗെയിൻ കിട്ടുന്നതുകൊണ്ടാണ് ക്യാപിറ്റൽ കൂട്ടുന്നത്. അതെ അതെ, എനിക്ക് ഓർമ്മയുണ്ട് ഒരു 5000 rupees എന്തോ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഫസ്റ്റ് ഇത് 2000 ആയിരുന്നു. 2000 ഒരു ഫണ്ട് 2000 ഇട്ടത് എനിക്ക് 100+ എന്തോ പ്രോഫിറ്റ് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഓക്കെ ഇപ്പൊ റേറ്റ് കഴിഞ്ഞാൽ വരും. അപ്പൊ ക്യാപിറ്റൽ കൂട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വരുന്ന ഒരു കോൺഫിഡൻസ് വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേയും കൂടെ അന്ന് ക്ലാസ് കഴിഞ്ഞ ശേഷം കുറേയും കൂടെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടി. അതായത് ഫണ്ട് എങ്ങനെയാണ് മുകളിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇൻ കേസ് താഴോട്ട് വന്നു കഴിഞ്ഞാലും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് ആയി. അപ്പൊ അത്രയും ഒരു കോൺഫിഡൻസ് വന്നതുകൊണ്ടാണ്
ക്യാപിറ്റൽ കൂട്ടാൻ തുടങ്ങിയത്. ശരി ശരി. ഞാൻ ഇനി ട്രേഡിങ്ങിന്റെ കാര്യം ഒന്ന് ജസ്റ്റ് മാറ്റി വെച്ചിട്ട് നമ്മൾ പേഴ്സണൽ ഫൈനാൻസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോ പേഴ്സണൽ ഫൈനാൻസ് സത്യം പറഞ്ഞാൽ ഞാൻ ദിലീപിനോട് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടില് ഇപ്പോ ഒരു ബിസിനസ് ആസ് എ ബിസിനസ് ഓണർ ഒരുപാട് പേരുമായിട്ട് കാണുന്നതാണ്, സംസാരിക്കുന്നതാണ്. അപ്പൊ പലരും പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്ന ഒരു സ്പേസിൽ സ്വന്തം ജീവിതത്തിൽ ആ ഒരു സ്പേസിന് ഒരിക്കലും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കാരണം നമുക്കറിയാം ഒരുപാട് വർഷങ്ങൾ നമ്മൾ പഠിച്ച് നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങി, നമ്മൾ പൈസ ഏൺ ചെയ്ത് ഇതിനെ പ്രോപ്പറായിട്ട് എങ്ങനെ മാനേജ് ചെയ്യണമെന്നോ സ്പെൻഡ് ചെയ്യണമെന്നോ ഒന്നും അറിയാത്തയാണ് ആളുകൾ പലതും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവസാനം എല്ലാം നമ്മുടെ എന്താ പറയാ നല്ല കാലം കഴിയുമ്പോഴാണ് തിരിച്ചു നോക്കുക എന്റെ കയ്യിൽ എന്താ ഉള്ളതെന്ന്. അപ്പോ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ട്രേഡിംഗ് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പേഴ്സണൽ ഫൈനാൻസ് കംപ്ലീറ്റ് ആയി എന്നാണ്. എന്താണ് അതിനോടുള്ള ഒരു അഭിപ്രായം, അല്ലെങ്കിൽ അതിനോടുള്ള എന്താണ് ദിലീപിന്റെ ഒരു കാഴ്ചപ്പാട്? അല്ല, അത് എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു സ്കൂൾ ലെവലിൽ തൊട്ടേ പഠിപ്പിച്ചു തുടങ്ങേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാനൊക്കെ ആണെങ്കിൽ ഇതിനെ കുറിച്ചൊക്കെ അറിയുന്ന കുറെ ലേറ്റ് ആയിട്ടാണ് ജോലിക്ക് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെ പറ്റിയും അതായത് സേവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ സേവ് ചെയ്യണമെന്നോ. അപ്പൊ അത്രയും കാലമൊക്കെ നമുക്കുള്ളത് കൺവെൻഷനായിട്ട് പണ്ട് തൊട്ടേ ചെയ്തു വരുന്ന സേവിങ്സ് മെത്തേഡ് മാത്രമേ നമുക്കറിയാവുള്ളൂ. അതല്ലാതെ നമുക്ക് ഇത്രയും റിട്ടേൺസ് കിട്ടുന്ന ഒരുപാട് ചാനൽസ് അവൈലബിൾ ആണെന്ന് പോലും അറിയാൻ കഴിയും. ഇപ്പോഴും കോളേജിൽ പഠിക്കുന്ന ഒരാൾക്ക് കൂടെ അറിയാൻ കഴിയും. ജോലി കിട്ടുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, അതെല്ലാം അടിച്ചുപൊളിച്ച് തീർക്കുന്നു അല്ലാതെ എന്നിട്ട് ഒരു ഏജ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണെങ്കിലും പ്രായം കൂടുന്നതനുസരിച്ച് ബാധ്യതകൾ കൂടി വരും. ഒരു ഏജ് വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ നമ്മുടെ ഫണ്ടില്ല. പിന്നെ EMI വരുന്നു, ലോണുകൾ പലതും വരുന്നു. ഇതൊന്നും ഒരാളും പഠിപ്പിക്കുന്നില്ല, ഇതിനെപ്പറ്റി ആരും അവെയറും അല്ല. അത് ഇങ്ങനെ പോകുന്നു, ആ കൂടെ പോകുന്നു അല്ലാതെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ, ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴാണ് അന്ന് ഞാൻ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ ഇന്ന് എന്റെ കയ്യിൽ ഇത്രയും പൈസ ഉണ്ടാകുന്നല്ലോ ആലോചിക്കുന്നത്. ഇതൊക്കെ നേരത്തെ ഏർലി സ്റ്റേജിൽ സ്കൂൾ ലെവലിൽ തന്നെ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ച് അവർക്കൊരു ഇൻകം ഇപ്പൊ വീട്ടിൽ നിൽക്കുന്ന പോക്കറ്റ് മണി ആണെങ്കിൽ പോലും അതിൽ നിന്ന് ഒരു പോർഷൻ സേവ് ചെയ്യുന്ന രീതിയിൽ പിള്ളേരെ പറഞ്ഞ് പഠിപ്പിച്ചെടുക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റി ദിലീപിന്റെ ഇപ്പൊ ഈ ഒരു ജേർണിയിൽ എത്രത്തോളം അതിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ദിലീപിനെ എത്രത്തോളം അതിനെ സഹായിച്ചിട്ടുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റി? അതായത് കമ്മ്യൂണിറ്റി ഇപ്പൊ ഭയങ്കര ആക്റ്റീവായിട്ടാണ് പോകുന്നത്. അതിനകത്ത് ആളുകൾ അസൈൻമെന്റ്സ് ബാക്ക് ടു ബാക്ക് ഇടുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നമുക്കറിയാം, ചില ചാർട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് തോന്നും, ഡൗട്ട് തോന്നും ഇതിന്റെ സിറ്റുവേഷൻ. അല്ലെങ്കിൽ നമുക്കിപ്പോ റെസിസ്റ്റൻസ് വരച്ച് നോക്കാൻ സമയം കിട്ടത്തില്ല. അപ്പൊ നമ്മൾ നോക്കി അതേ ഒരു ട്രേഡിന്റെ സ്റ്റോക്കിന്റെ ആയിരിക്കും വേറെ ആൾ എടുത്തിട്ട് കഴിയുമ്പോൾ അതിനകത്ത് ട്രെയിനർ കമന്റ് ഇട്ട് കഴിയുമ്പോൾ അപ്പൊ നമുക്ക് ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ട ഡൗട്ട് നിൽക്കുകയായിരിക്കും. അപ്പൊ അതിനവിടെ ഒരു എക്സ്പ്ലനേഷൻ കിട്ടുമ്പോൾ അതുപോലെ ഡെയിലി ഉള്ള സ്റ്റോക്കിന്റെ ക്ലാസ്, അപ്പോൾ നാളത്തേക്കുള്ള സ്റ്റോക്ക് വരാൻ പോകുന്നതിന്റെ ആ ഒരു അനാലിസിസും കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ അപ്പൊ നമുക്കൊന്നൊരു കോൺഫിഡൻസ് കിട്ടുകയാണ്. അതായത് ഈ ഒരു ഇതിൽ ഇടാൻ പറ്റും. മറ്റേ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ എപ്പോഴാണെങ്കിലും നമുക്കൊരു സ്റ്റേജിൽ വരുമ്പോൾ ഡൗട്ട് തോന്നും, ഇത് നാളെ താഴോട്ട് പോവോ മുകളിലേക്ക് പോവോ. പക്ഷെ അത് കുറെ പേര് ഡിസ്കസ് ചെയ്ത് അതിന്റെ ഒരു അനാലിസിസ് ഒക്കെ എടുത്ത് ഈ കുറച്ച് താഴോട്ട് പോയാലും മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു കുറച്ചുകൂടെ കോൺഫിഡൻസ് പോകും. കാരണം നമുക്ക് ഈ ട്രേഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഇങ്ങനത്തെ സജഷൻസ് കിട്ടാൻ ഇഷ്ടംപോലെ ചാനൽസ് ഉണ്ട്. അല്ലെങ്കിൽ 100 കണക്കിന് ചാനലുണ്ട്. അല്ലെങ്കിൽ വാട്സപ്പിൽ തന്നെ ഇഷ്ടംപോലെ ഗ്രൂപ്പുകളുണ്ട്. അവിടെ എല്ലാം പല സ്റ്റോക്കുകളുടെ പേര് വരാറുണ്ട്. അവർ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് എല്ലാം വെച്ചിട്ട് തരും. പക്ഷെ ഇതിനകത്ത് നമുക്ക് വിശ്വസിച്ച് നമുക്ക് ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തിന്റെ ബേസിലാണ് ഇത് പറയുന്നതെന്നോ അല്ലെങ്കിൽ ഇത് താഴോട്ടോ മുകളിലോട്ട് പറയുന്നത് നല്ല സ്റ്റോക്കാണോ ഒന്നും അറിയാൻ വയ്യ. ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞ ടോപ്പ് 50 വരുന്ന അല്ലെങ്കിൽ 500 വരുന്ന കമ്പനീസ് നോക്കി അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ട് വരുന്ന എല്ലാ ഇൻഡിക്കേറ്റേഴ്സും നോക്കി ഓക്കെ ആണെന്ന് ഉറപ്പുള്ളതിനകത്ത് മാത്രമാണ് അതിൽ തന്നെ വീണ്ടും റെസിസ്റ്റൻസ് ഒക്കെ നോക്കിയിട്ട് ബ്രേക്ക് ഔട്ട് ഒക്കെ വരുന്ന നോക്കി അതിന് നമുക്ക് നമ്മുടെ എല്ലാ കാറ്റഗറിയും നോക്കി എല്ലാ കണ്ടീഷൻസും ഓക്കെ ആയിട്ട് വരുന്നത് വീണ്ടും അനലൈസ് ചെയ്തിട്ടാണ് നമുക്ക് സജഷൻ കിട്ടുന്നത്. അപ്പൊ നമുക്കത് കോൺഫിഡന്റ് ആണ്. അപ്പൊ കമ്മ്യൂണിറ്റിയിൽ കാര്യങ്ങൾ ഡിസ്കഷൻ എല്ലാം വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടും. അതായത് ഈ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ. ഇപ്പോ നമ്മൾ കാണാറുള്ള, നമ്മൾ സംസാരിക്കാറുള്ള, നമ്മൾ ഇടപഴകാറുള്ള ആളുകളും ഭൂരിഭാഗം കൂടുതലും അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അവർക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് അവർ ബാങ്ക് അക്കൗണ്ടിൽ തന്നെ കീപ്പ് ചെയ്യാറുണ്ട്. ഭൂരിഭാഗം ആളുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ വീട്ടിലേക്കൊക്കെ നോക്കുകയാണെങ്കിലും അത് തന്നെ ആയിരിക്കും അവരൊക്കെ ചെയ്യുന്നത്. അവരോട് ദിലീപിന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിട്ട് എന്താ പറയാനുള്ളത് ആസ് ഓഫ് നൗ? ഇപ്പൊ ഈ ഒരു പോയിന്റ് ഇത്രയും പഠിച്ചിട്ടുണ്ട്, അപ്പോ ഫെബ്രുവരി ബാച്ചിലായിരുന്നു, ഇത്രയും പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പോയിന്റിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ ഒരു ചിന്താഗതിയുള്ള ആളുകളോട് പേഴ്സണലി എന്താ പറയാനുള്ളത്? അതെനിക്ക് ഒരു ലേറ്റ് തിരിച്ചറിവ് തന്നിരിക്കും. കാരണം ഞാനും കിട്ടുന്ന എമൗണ്ട് ബാങ്കിൽ ഇട്ട് വെക്കുക അല്ലെങ്കിൽ അത്
എന്താണ് നമുക്ക് വേണ്ടത് അതിന് സ്പെൻഡ് ചെയ്യുക ആ ലൈനിലായിരുന്നു. അത് കഴിഞ്ഞ് ഒരു പോയിന്റ് വന്നപ്പോൾ മനസ്സിലായി ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് മന്ത് സാലറി ക്രെഡിറ്റ് ആകുമ്പോഴേ ഒരു ഫിക്സഡ് എമൗണ്ട് ഈ പറഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റാൻ പറ്റും. അപ്പൊ ആ പൈസ അവിടെ കിടന്ന് ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ്. കാരണം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇത് കിടന്നു കഴിഞ്ഞാൽ അത് അവിടെ ഇങ്ങനെ കിടക്കും. നമുക്ക് എന്തൊരു ചെറിയ ആവശ്യം വരുമ്പോൾ നമ്മൾ എടുക്കും, അതെടുത്തിട്ട് നമ്മൾ വേറെ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യും, ഇത് താഴോട്ട് പോകും, വീണ്ടും സാലറി വരുമ്പോൾ വീണ്ടും മുകളിലേക്ക് വരും. പക്ഷെ ഇത് എല്ലാ കാലവും ഇങ്ങനെ കിടക്കുക എന്നല്ലാതെ ഇത് ഗ്രോത്ത് ഇല്ല. പക്ഷെ ടോപ്പ് ഇൻവെസ്റ്റ്മെന്റ് വന്ന ശേഷമാണ് നമ്മളിത് എടുത്തു നോക്കുമ്പോൾ ഓരോ മന്തിലാണെങ്കിലും കിട്ടുന്ന റിട്ടേൺസ് കാണുമ്പോൾ, അതായത് നമ്മളൊരു മറ്റേ ബാങ്ക് അക്കൗണ്ടിൽ സേവിങ്സിൽ കിടന്നാൽ ഒരു വർഷം കിട്ടുന്ന റിട്ടേൺ ഇവിടെ ഒരു മാസം ക്രെഡിറ്റ് ആകുന്ന കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു സന്തോഷം അത് ഭയങ്കരം തന്നെയാണ്. അപ്പൊ ഇപ്പൊ അക്കൗണ്ടിൽ പൈസ വെച്ചുകൊണ്ടിരിക്കുന്നവര് അത് അക്കൗണ്ടിൽ കിടന്നുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഇല്ല. അത് പ്രോപ്പർ ആയിട്ടൊന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു ചെലവും ഇല്ലാതെ നമുക്ക് വെറുതെ കിട്ടുന്ന പൈസയാണ്. വലിയ റിസ്ക് എടുക്കേണ്ട, ഹൈ റിസ്ക് എടുത്ത് ഹൈ റിട്ടേൺ നോക്കാതെ ഒരു 5 to 10% ഒക്കെ ഈസി റിട്ടേൺ കിട്ടുന്ന ഒരുപാട് ഫണ്ടുകൾ അവൈലബിൾ ആണ്. അപ്പൊ അതൊക്കെ നോക്കി പഠിച്ചതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് കിട്ടാൻ പോകുമ്പോൾ നമുക്ക് തന്നെയാണ്. ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടേക്ക് നമുക്ക് പൈസ മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നത്. അതെ. മറ്റൊരു ചോദ്യം, ഇതും പൊതുജനങ്ങൾക്കിടയിലുള്ള ഒരു സംശയമാണ് കേട്ടോ. നമ്മള് പലരെയും കാണുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ ഈ പേഴ്സണൽ ഫൈനാൻസ് എന്ന് പറയുന്നതൊക്കെ പൈസ കൊടുത്ത് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം പൊതുവിലെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരുടെയും മനസ്സിൽ കിടക്കുന്നതാ. ഇതൊക്കെ പൈസ കൊടുത്ത് പഠിക്കേണ്ട കാര്യമുണ്ടോ, അത് നമ്മളങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കാറുണ്ട്. അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അല്ല, നമുക്ക് ഒന്നും ഫ്രീ ആയിട്ട് കിട്ടത്തില്ലല്ലോ. നമുക്ക് ലോകത്തിൽ ഒരു സാധനവും ഫ്രീ ആയിട്ട് കിട്ടത്തില്ല. ഫ്രീ ആയിട്ട് കിട്ടുമായിരിക്കും, പക്ഷെ കിട്ടുന്നതിന്റെ ക്വാളിറ്റി അതായിരിക്കും. യൂട്യൂബിനകത്തൊക്കെ നമുക്ക് 10,000 വീഡിയോസ് കിടക്കുന്നുണ്ട്, അതിനകത്ത് നല്ല ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരുടെ വീഡിയോ ഉണ്ട്. പക്ഷെ നമുക്ക് വേണ്ട രീതിയിൽ, അതായത് ഓരോരുത്തരുടെയും എയിം ഡിപ്പെൻഡ് ആയിരിക്കും. എന്റെ ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്റെ ഒരു ടാർഗറ്റ് ആയിരിക്കത്തില്ല വേറെ ആൾക്കുള്ളത്. അപ്പോൾ എല്ലാ വീഡിയോയും എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാവർക്കും പറ്റണമെന്നില്ല. അപ്പൊ നമുക്ക് കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമ്മളുടെ റിക്വയർമെന്റും കൂടെ മാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. ഒരു മെന്റർ എന്നുള്ള ലെവലിൽ ഒരാൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ട്രേഡിങ്ങിനെ പറ്റിയൊക്കെയാണെങ്കിൽ പണ്ട് തൊട്ടേ ആളുകൾ പറയുന്നത് ഒരുപാട് ചീറ്റിംഗ് നടക്കുന്ന ഏരിയയാണ്, അല്ലെങ്കിൽ പൈസ പോകുന്ന ഏരിയയാണ്. അപ്പൊ ഈ പോകാനും അല്ലെങ്കിൽ ചീറ്റിങ്ങിനകത്ത് പോയി പെടാനുള്ള കാരണം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസ് തരാൻ ഒരാളില്ലാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മളെ ലീഡ് ചെയ്യാൻ ഒരാളില്ല വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തുള്ളതൊക്കെ പോയി ചാടുന്നത്. അപ്പൊ ഒരാള് നമ്മളോട് പറഞ്ഞു തരികയാണ്, ഇത് ഞാൻ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള റൂട്ടാണ്, ഇത് പഠിപ്പിച്ച് പോവുകയല്ലേ ചെയ്യുന്നത്. നമ്മൾ കൂടെ നിന്നിട്ട് തന്നെ നമ്മൾ ലീഡ് ചെയ്ത് കൊണ്ടുപോയി അത് കാണിച്ചു തന്ന് ഓരോ മാസവും പറയുന്ന സ്റ്റോക്കുകളിൽ വരുന്ന റിട്ടേൺസ് എത്രയാന്നുള്ളത് ഒരു സ്ക്രീൻഷോട്ടൊക്കെ ഇട്ട് തന്നു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് കറക്റ്റ് അറിയാം എന്താണ് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് നമ്മൾ ഡിപ്പെൻഡ് ആണ്. അത് നമുക്കൊരു ഫ്രീ ആയിട്ട് നമ്മൾ എവിടെയും പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാന്നല്ലാതെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ സ്റ്റക്ക് ആയി പോകും. അപ്പൊ അവിടെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ പെർക്യാപ്പിന്റെ സർവീസിൽ അല്ലെങ്കിൽ ദിലീപിന് നമ്മൾ പറഞ്ഞത്, അതായത് നമ്മുടെ ഫാമിലിയിലേക്ക് ഇവിടേക്ക് വരുന്ന സമയത്ത് ദിലീപിന് അതായത് നമ്മൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ, ഇന്ന കാര്യങ്ങളിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യും, ഇന്ന കാര്യങ്ങളിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഈ ഒരു കിട്ടിയ സർവീസിൽ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആണോ? യെസ്, ഡെഫിനറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. ഞാനൊരു 8 ക്ലാസ് മാത്രം എക്സ്പെക്ട് ചെയ്ത് വന്നയാളാണ്. 8 ക്ലാസ് കഴിയും ഇതോടെ തീരുമാനിക്കും പരിപാടി എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ കമ്മ്യൂണിറ്റിക്ക് വന്നതിന് ശേഷം ഡെയിലി ആക്റ്റീവ് ആണ്. എപ്പോഴും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ ആൻസർ കിട്ടും. ആ സപ്പോർട്ട് പ്രോപ്പർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ചെയ്യുന്ന ഈ ചെയ്യുന്ന സ്വിംഗ് ട്രേഡിംഗ് ആണെങ്കിൽ പോലും ഡെയിലി ഒരു ദിവസം എനിക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്കറിയാം ഏതൊക്കെ ഷെയർ ആണ് വാങ്ങിക്കേണ്ടത്, അതിന്റെ മനസ്സിൽ കിടക്കും. അപ്പൊ എനിക്ക് സമയം കിട്ടുന്ന സമയം നോക്കിയിട്ട് എനിക്ക് ചെയ്താൽ മതി. ഞാൻ അതിനുവേണ്ടി അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നമുക്ക് ഇപ്പൊ ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് വരുന്നൊരു കുറച്ചെണ്ണം എടുത്ത് അതിന്റെ ഡീറ്റെയിൽസ് മാത്രം ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. അത് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ലെവലിലുള്ള സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതായത് ഫെബ്രുവരി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ 6 മാസമായി. ഇപ്പോഴും 7ാമത്തെ മാസം അല്ലെ? ഇപ്പോഴും ക്ലാസ്സസ് കിട്ടുന്നുണ്ട്.
കിട്ടുന്നുണ്ട്. ഡൗട്ട്സ് ഉള്ളതെല്ലാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഇപ്പൊ എന്നോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ തന്നെ വേണ്ടെന്ന് വെച്ച് കുറച്ചൊക്കെ മാറി നിൽക്കുമ്പോഴാണെങ്കിൽ പോലും എന്താ ചെയ്യാത്ത അത് ആ ബ്രേക്ക് എടുക്കാതെ കണ്ടിന്യൂ ചെയ്ത് പോകാനൊക്കെ കൊണ്ട് എന്നോട് കോൺടാക്ട് ചെയ്ത് പറയാറുണ്ട്. പറയാറുണ്ട്. ഓക്കെ, ഞാൻ മറ്റൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മുടെ സമൂഹത്തില് ഒരുപാട് ആളുകളുണ്ട് ഒരു ഇൻകത്തിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകുന്ന ആളുകൾ. ഒറ്റ ഇൻകം, അതായത് അവർക്കും അവരുടെ ആക്റ്റീവ് ആയിട്ട് അവർ ജോലി ചെയ്യുന്ന ആ ഒരു ഇൻകം മാത്രം, അത് മാത്രം ഡിപ്പെൻഡ് ചെയ്തു. അവര് വേറെ സറൗണ്ടിങ്സിലേക്ക് ഒന്നും നോക്കുന്നില്ല. ഐ ആം സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ലൈഫ് ആസ് ഓഫ് നൗ എന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. ഇപ്പോ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപ് ഒരു ബിസിനസ് ഓണറാണ്. എനിക്ക് അറിയാവുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മന്ത്ലി ഏൺ ചെയ്യുന്ന ഒരാളാണ്. ബട്ട് സ്റ്റിൽ ദിലീപ് ഒരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഒരാളുടെ ജീവിതത്തിൽ ഈ എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകത്തിന്റെ ഇമ്പോർട്ടൻസ്? അത് എനിക്ക് തോന്നുന്നു രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, നമുക്ക് എക്സ്ട്രാ ഇൻകം കിട്ടാൻ ഒരു സോഴ്സ് അവൈലബിൾ ആണ്. നമ്മളത് വേണ്ടാന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇൻകം വരുന്നുണ്ട്. പാസീവായിട്ട് പൈസ കിട്ടാനുള്ള, ഇപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ പൈസ കിടക്കുന്നത് അത് വെറുതെ കിടക്കുകയാണ്. അതിൽ നിന്ന് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അപ്പൊ അത് ട്രൈ ചെയ്ത് നോക്കുന്ന ഒരു കുഴപ്പമില്ല. രണ്ടാമതായിട്ട് ഇപ്പോ കോവിഡ് ഒക്കെ വന്നപ്പോ എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഞങ്ങളുടെ ഉൾപ്പെടെ ബിസിനസ് എല്ലാം ഡൗൺ ആയി. അപ്പോ ഒരു ഒരു എക്സ്ട്രാ സോഴ്സ് ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ ലോകത്തുള്ള എല്ലാവരും ആ സമയത്ത് നന്നായിട്ട് അനുഭവിച്ചാണ്. കാരണം സിംഗിൾ സോഴ്സ് ഓഫ് ഇൻകം വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെല്ലാം അവരുടെ ജോബിനെ ഏതൊരു രീതിയിൽ അഫക്ട് ചെയ്തപ്പോ, ഇപ്പൊ കോവിഡ് വന്നപ്പോഴായാലും അല്ലെങ്കിൽ അതിന് മുന്നേ പ്രളയം വന്നപ്പോഴും, അല്ലെങ്കിൽ ഒരു 10 വർഷം മുന്നേ റിസഷൻ വന്ന ടൈമിൽ ഒറ്റ ജോബിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിന്ന എല്ലാവർക്കും അന്നെല്ലാം ഇത് പണി കിട്ടിയതാണ്. സിംഗിൾ ഇൻകം എന്ന് പറയുന്നത് എപ്പോഴും റിസ്കിയാണ്. ഇപ്പോൾ ബിസിനസ് ആണെങ്കിലും വർക്ക് ചെയ്യണേലും ആ ഒരു ഇൻകം നിന്ന് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ലൈഫിൽ എക്സ്പെൻസ് നിൽക്കത്തില്ലല്ലോ. എക്സ്പെൻസ് എന്താണേലും എല്ലാ മാസവും മീറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാനുള്ളത് എല്ലാവരും മസ്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ട്രേഡിംഗ് അല്ലെങ്കിൽ പോലും ഒരു ജോബ് ചെയ്യുന്ന ആൾ പാസീവായിട്ട് ഒരു ഇൻകം കൂടെ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ വരുമ്പോൾ നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വന്നത്. ഇപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർത്തപ്പോ ഞാൻ പറയുകയാണ്, ഒരു ദിവസം മുന്നേ നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്താൻ പറ്റൂലേ, ഒരു എക്സ്ട്രാ ഇൻകം കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ. അതെ അതെ അത് ഞാനും ഈ കാണുന്നവരൊക്കെ പറയാറുണ്ട്. സേവിങ്സ് നിങ്ങൾക്ക് ഒരു 5 വർഷം മുന്നേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും മുന്നേ സ്റ്റാർട്ട് ചെയ്യുക. കാരണം ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 20 വർഷം കൊണ്ട് നമുക്ക് കോടീശ്വരനാകാൻ പറ്റും. 20 വർഷം കഴിയണം. അപ്പോ ഒരു 40ാമത്തെ വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 60 വയസ്സാകുമ്പോഴത്തേക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തും. പക്ഷെ 60ാമത്തെ വയസ്സിൽ ആ ഒരു ഫ്രീഡം കിട്ടിയിട്ട് കാര്യമില്ല. നമുക്ക് ആ പൈസ വേണ്ടത് ഒരു 40 ഏജിലാണ്, അല്ലെങ്കിൽ ഒരു 30-40 ഏജിൽ പൈസ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യമില്ല. ഒരു EMIയോ കാര്യങ്ങളൊന്നും ഇല്ല, ലൈഫ് ഈസിയായിട്ട് മുന്നോട്ട് പോകാം. ജോബ് പോലും നമുക്ക് വേണമെങ്കിൽ റിട്ടയർമെന്റിനെ പറ്റി ആലോചിക്കാം. അപ്പോൾ അത് പക്ഷെ നമ്മളൊരു 22-23 ഏജിൽ സ്റ്റാർട്ട് ചെയ്താലേ ഉള്ളൂ ഈ പറഞ്ഞ ലെവലിൽ. അപ്പോൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് അത് ഏതൊരാൾക്കും അച്ചീവ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷെ എന്ന് അച്ചീവ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്രയും നേരത്തെ തുടങ്ങാം. സജസ്റ്റ് ചെയ്യൂ? ഡെഫിനറ്റ്ലി. പ്രത്യേകിച്ച് എന്നോടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ട്രേഡിങ്ങിനെ പറ്റി ചോദിക്കുന്നത് ഞാൻ പറയും, വേറെ കമ്മ്യൂണിറ്റി ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് പഠിച്ചു നോക്ക്. അധികം അത് പഠിക്കാൻ പറയുമ്പോൾ അധികം പേർക്ക് താല്പര്യം, എല്ലാവർക്കും ഡയറക്റ്റ് വന്ന് പൈസ ഉണ്ടാക്കണം എന്നുള്ളത്. തന്നെ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് ഒന്നും ഇല്ല. ഡെയിലി സജഷൻസ് കിട്ടുന്ന ഡയറക്റ്റ് വാങ്ങിക്കുകയല്ല. ഇത് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്ക്. ഒന്ന് പഠിച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി, ഡീപ്പായിട്ടൊന്നും പോകണ്ട. പക്ഷെ എന്താണെന്നുള്ള മനസ്സിലാവും. ഒരു ഷെയർ മാർക്കറ്റ് എന്താണ്, ട്രേഡിംഗ് എന്താണ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഇതിന് റവന്യൂ ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കി. ഞാൻ അറിയാവുന്നവരൊക്കെ പറയാറുണ്ട്. ഇപ്പോ ദിലീപിന്റെ കയ്യില് ഒരു റിട്ടയർമെന്റ് പ്ലാന്, അതല്ലെങ്കിൽ നമ്മുടെ മുന്നോട്ട്, അതായത് ഒരു ലോങ് ടേമിലേക്ക് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ലൈക്ക് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പൊ അതൊക്കെ എങ്ങനെ ചെയ്യണം, എന്താണ് ഞാൻ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ സൈഡ് എന്തൊക്കെയാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലൊക്കെ ഒരു കംപ്ലീറ്റ് പിക്ചർ ഇപ്പൊ ഈ ഒരു പോയിന്റിൽ തന്നെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്വന്തം ലൈഫ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫർക്യാപ്പ് എത്രത്തോളം ദിലീപിനെ സഹായിച്ചിട്ടുണ്ട്? കുറച്ചൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഹെൽത്ത് ഇൻഷുറൻസ് പോലത്തെ അല്ലെങ്കിൽ ഫാമിലി ഇൻഷുറൻസ് പോലെയുള്ള കാര്യങ്ങൾ, ചൈൽഡ് പ്ലാൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ സേഫ് ആക്കി വെച്ചത്. ഇതല്ലാതെ ഒരു ടോട്ടൽ ഒരു
ഫിനാൻസ് പ്ലാനിങ് എന്ന രീതിയിൽ ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും ഒട്ടും ഓർഗനൈസ്ഡ് അല്ലായിരുന്നു. അപ്പോൾ ഓരോന്നിന്റെ ഒരു പെർസെന്റേജ് നോക്കി എത്ര പെർസെന്റേജ് ഓരോന്നിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ എനിക്ക് കിട്ടി ശരിക്കും പറഞ്ഞാൽ പ്രഖ്യാപിച്ച ക്ലാസ് കഴിഞ്ഞ ശേഷമാണ്. മറ്റത് ഉണ്ടായിരുന്നു, ഇതെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ഇവിടെ കണ്ടിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഓർഗനൈസ്ഡ് ആയത്. ഔട്ട് ഓഫ് 10 എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഞാൻ 10 തന്നെ തരും. കാരണം എനിക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട് വെച്ചിട്ട് ഡെഫിനറ്റ്ലി 10 തന്നെ തരും. അപ്പൊ ഏതായാലും ദിലീപ്, താങ്ക് യു. ഓക്കെ വീണ്ടും കാണാം. ഓക്കെ ബൈ.